തന്നെ നടന്നുകൊള്ളണമെന്നില്ല. ചിലപ്പോൾ നമ്മളത് ആലോചിക്കുന്നത് ചിലപ്പോൾ 23-ാം തീയതി നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്, അതായത് പരിശീലനം അറേഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, ആ ദിവസം ആയിരിക്കും ഒരുപക്ഷെ ഞങ്ങൾ ഇൻസ്പെക്ഷൻ ലിസ്റ്റ് തിരിച്ച് വാങ്ങിച്ച് ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കർ ഈ പരിപാടിയിൽ വെച്ചായിരിക്കും ഞങ്ങൾ കൊടുക്കുക. അത് തീരുമാനം ആവുന്നതേ ഉള്ളൂ. ശരി സാറേ. ഈ കാലയളവിൽ ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ള വണ്ടികൾ അതിന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല സാർ പറഞ്ഞില്ലേ? ഈ കാലയളവ് അതിനെ തിരുത്തുണ്ട്. കാലയളവിൽ ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ള വാഹനങ്ങളല്ല. കാലയളവിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ വർഷവും അല്ലെങ്കിൽ അതല്ല ഉദ്ദേശിക്കുന്നത്. ഈ മാസം, അതായത് മെയ് 1 മുതൽ ഇപ്പോൾ സ്ഥിരമായിട്ട് ടെസ്റ്റിന് വാഹനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിശോധന ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ ചെക്ക്ഡൊക്കെ തരത്തിലുള്ള പരിശോധനയും നമ്മൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വാഹനങ്ങൾ ഇനി കൊണ്ടുവരേണ്ടതില്ല. സാർ, അതുപോലെ തന്നെ ഇപ്പം ഇതിൽ ഈ ക്യാമറകളില്ലാത്ത വണ്ടികളുണ്ട് ടെസ്റ്റ് എടുത്ത് പോയിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് ഈ ചെക്കിങ്ങിന് വരുന്ന സമയത്ത് ഈ ക്യാമറകൾ ഫിറ്റ് ചെയ്തിട്ട് വേണോ വരാൻ, അതോ നിർബന്ധമായും ഫിറ്റ് ചെയ്യണം? അതിപ്പോൾ ചോദിച്ചത് നന്നായി. ക്യാമറകൾ മാത്രമല്ല, നമ്മൾക്ക് ഇതിൻ്റെ ഇപ്പോൾ GPS, അതുപോലെ വിദ്യാവാഹൻ എന്നിവ ഇൻസ്റ്റാൾ ചെയ്യുകയും അത് അപ്ലോഡ് ചെയ്യുകയും വേണം. കറണ്ട് അത് വർക്കിംഗ് കണ്ടീഷനിലായിരിക്കണം. അത് പരിശോധിച്ച് വണ്ടികളെ വിജയകരമായിട്ട് അത് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള വാഹനങ്ങൾ മാത്രമേ നമ്മൾ പരിശോധിക്കുക തന്നെ വിധേയമാക്കുള്ളൂ. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഇതിൽ പരിശോധിക്കുന്നത് നമ്മൾ വാഹനത്തിൻ്റെ മെക്കാനിക്കൽ കണ്ടീഷനാണ് പ്രധാനമായിട്ടും പരിശോധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ വാഹനത്തിൻ്റെ രേഖകൾ സാധുവാണോ എന്ന് പരിശോധിക്കും. രേഖകൾ സാധുവാണോ എന്ന് പരിശോധിക്കാൻ മുൻകാലങ്ങളിൽ അതേപോലെ ഒറിജിനൽ രേഖകൾ കൊണ്ടുവരണമെന്നില്ല. മറിച്ച് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ആപ്പ് ഉപയോഗിച്ച് നമുക്കത് പരിശോധിക്കുന്നതാണ്. കൊണ്ടുവരുന്നത് നല്ലതാണ്. പിന്നെ സ്പീഡ് ഗവർണറാണ് മറ്റൊരു വിഷയം. സ്കൂൾ വാഹനങ്ങളുടെ സ്പീഡ് എന്ന് പറയുന്നത് 50 കിലോമീറ്ററിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് സ്കൂൾ പരിസരത്തല്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സ്കൂൾ പരിസരത്ത് 30 കിലോമീറ്റർ സ്പീഡ് മാത്രമേ പാടുള്ളൂ. അപ്പോൾ 50 കിലോമീറ്റർ സ്പീഡിൽ സ്പീഡ് ഗവർണർ ഘടിപ്പിച്ച് അത് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വാഹനങ്ങൾ ഹാജരാക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എല്ലാവരും ഓർക്കേണ്ട ഒരു കാര്യം ഈ ഒരാഴ്ച കഴിഞ്ഞാൽ ഇപ്പോൾ ജൂൺ 1 മിക്കവാറും സ്കൂളുകൾ തുറക്കുകയാണ്. അപ്പോൾ നിങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ പെർഫെക്റ്റായി വാഹനങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ നമുക്ക് ഈ പരിശോധനയോടെ ഈ ക്ലാസ്സോടെ 23-ാം തീയതിയോടുകൂടി നമുക്കത് അവസാനിപ്പിക്കാൻ കഴിയും. അതല്ലെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് കൊണ്ടുവരാനൊരു സമയമില്ലാതെ വരുന്നൊരവസ്ഥയുണ്ടാവും. അതുകൊണ്ട് ദയവായി എല്ലാവരും എല്ലാ അറ്റകുറ്റപ്പണികളും പരിഹരിച്ച് ഈ ആഴ്ചയിൽ തന്നെ വാഹനങ്ങൾ ഹാജരാക്കണമെന്ന് ആണ് എൻ്റെ അഭ്യർത്ഥന. ഒരു കാര്യം നിശ്ചയമാണ്, തീർച്ചയാണ്, ജൂൺ 1 ശേഷം നമ്മൾ പരിശോധിക്കാത്ത വാഹനങ്ങൾ, അതായത് ചെക്ക്ഡ് ഓക്കെ സ്റ്റിക്കറില്ലാത്ത ഒരു വാഹനവും നിരത്തിലിറക്കാൻ സമ്മതിക്കുകയില്ല എന്നുള്ള തീരുമാനം മോട്ടോർ വാഹന വകുപ്പ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിശ്ചയമായും നിങ്ങൾ ഈ പരിപാടിയുമായിട്ട് സഹകരിക്കേണ്ടതാണ്.